ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ മിനി കൂപ്പറാണ് മാരുതി സ്വിഫ്റ്റ്. ഒരുപാട് പവർഫുൾ വണ്ടികളൊക്കെ നമ്മുടെ മനസ്സിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ആഗ്രഹിച്ചൊരു വാഹനങ്ങളൊന്നായിരിക്കും ഈ സ്വിഫ്റ്റ്. 2005 ഇറങ്ങിയ സ്വിഫ്റ്റ് ഇന്ന് 2025 നിൽക്കുമ്പോഴും അതിൻ്റെ ഫാൻ ബേസ് വേറെ തന്നെയാണ്. പണ്ട് ഫുൾ ബ്ലാക്ക് ഡാർക്ക് സൺ ഫിലിമൊക്കെ ഒട്ടിച്ച് കുറേ സ്റ്റിക്കറൊക്കെ ചെയ്ത് മോഡിഫൈ ചെയ്ത സ്വിഫ്റ്റ് കാണുമ്പോൾ വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഇപ്പോഴും ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസിൽ ഇതിന് വല്ലാം വേറൊരു വണ്ടിയില്ലെന്ന് തന്നെ പറയാം. മോഡിഫൈ ചെയ്ത് കൊണ്ടു നടന്നാൽ ഇവനൊരു കിടിലൻ ഐറ്റം തന്നെയാണ്. ലുക്കായാലും റിലയബിലിറ്റി ആയാലും മൈലേജ് ആയാലും സർവീസ് നെറ്റ്വർക്ക് ആയാലും റീസെയിൽ വാല്യൂ ആയാലും എല്ലാം അടങ്ങിയ ഒരു ഓൾറൗണ്ടർ വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ്. ഇപ്പോൾ ആണെങ്കിൽ 6 എയർ ബാഗ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഇതിൽ. നമ്മുടെ കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ടിങ് ഏകദേശം 7.6 lakh to 11.2 lakhs വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് കോമ്പറ്റീറ്റർ നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ i10 ഗ്രാൻഡ് നിയോസ്, അതുപോലെ തന്നെ ടാറ്റ ടിയാഗോ, റെനോൾട്ട് ട്രൈബർ, സിട്രോൺ C3. ഇതിൽ കുറച്ച് പവർ കൂടിയത് നമ്മുടെ സിട്രോൺ C3 ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ, അതായത് ലുക്കായാലും സർവീസ് നെറ്റ്വർക്ക് ആയാലും മൈലേജ് ആയാലും റീസെയിൽ വാല്യൂ ആയാലും എല്ലാം നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് തന്നെയാണ് മുന്നിൽ. അപ്പോൾ ഈ ഒരു മാരുതി സ്വിഫ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.